السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. പോകുന്ന വഴിയിൽ ഹദി അല്ലെങ്കിൽ ബലിമൃഗത്തിന് വാങ്ങിക്കുന്നത് മനിസ്തറൽ ഹദിയ മിന ത്വരീഖി. നാഫി വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കൂ. ഇബ്നു സുബൈറും അൽ ഹജ്ജാജും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ യുദ്ധം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കഅബയിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല, അത് തടയപ്പെട്ടേക്കാം. ഇബ്നു ഉമർ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ചെയ്യും. അള്ളാഹുവും പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉദാത്തമായ ഒരു മാതൃക ഉണ്ട്, അല്ലെങ്കിൽ പിൻപറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതികൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കുന്നു, ഞാൻ ഉംറ എൻ്റെ മേലിൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. അതായത് ഉംറയ്ക്ക് ഞാൻ നിയ്യത്ത് വെച്ചു. അങ്ങനെ അദ്ദേഹം ഉംറയ്ക്കുള്ള ഇഹ്റാം കെട്ടി. എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. അൽ ബൈദ എത്തിയപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കും ഒരുമിച്ചുള്ള ഇഹ്റാം കെട്ടി. എന്നിട്ട് പറഞ്ഞു, ഹജ്ജിനും ഉംറയ്ക്കുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ, അതിൻ്റെ അമലുകളെല്ലാം ഒന്ന് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു അറവ് മൃഗത്തിനെ ഖുദൈദിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം മക്കയിൽ എത്തി, തവാഫ് ചെയ്തു. അതായത് സഅയ് അസ്സഫ അൽ മർവയുടെ ഇടയിലുള്ളത്, ഹജ്ജിനും ഉംറയ്ക്കും ഉള്ളത് ചെയ്തു. പക്ഷെ അദ്ദേഹം ഇഹ്റാം അഴിച്ചില്ല, ഹജ്ജും ഉംറയും അതായത് ഹജ്ജുൽ ഖിറാൻ കഴിയുന്നത് വരെ. അൻ നാഫിൻ ഖാല അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹും ലിഅബീഹി അഖിം ഫഇന്നി ലാ ആമനുഹ അൻ തുസദ്ദ അനിൽ ബൈത്തി قال إذن أفعل كما فعل رسول الله صلى الله عليه وسلم وقد قال الله لقد كان لكم في رسول الله أسوة حسنة فأنا أشهدكم إني قد أوجبت على نفس العمرة فأهل بالعمرة قال ثم خرج حتى إذا كان بالبيداء أهل بالحج والعمرة وقال ما شأن الحج والعمرة إلا واحد ثم اشترى الهدي من قديد ثم قدم فطاف لهما طوافا واحدا فلم يحل حتى حل منهما جميعا. ദുൽഹുലൈഫയിൽ വെച്ച് ബലിമൃഗത്തിനെ അലങ്കരിക്കുന്നത്, മാലയിടുന്നത്, അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിറം എന്തോ പൂശുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇഹ്റാം കെട്ടുന്നത്. മൻ അശറ വഖല്ലദ ബിദുൽഹുലൈഫത്തി സുമ്മ അഹ്റമ. നാഫി വിശദീകരിക്കുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ബലിമൃഗത്തിനെ മദീനയിൽ നിന്നും എടുത്ത് കൊണ്ടുപോയി. ഹുദൈബിയ സമയമായിരുന്നു അത്. അദ്ദേഹം മാലയിട്ടു, അതിനെ അടയാളപ്പെടുത്തി ദുൽഹുലൈഫയിൽ വെച്ച്. എന്നിട്ട് അതിൻ്റെ വലതുവശത്തുള്ള പൂഞ്ഞ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള മുഴയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വലതുവശത്ത് നിന്നും വാളുകൊണ്ട് കുത്തി. എന്നിട്ട് അതിനെ കഅബയിലേക്ക് അല്ലെങ്കിൽ ഖിബ്ലയിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ മക്കയിലേക്ക് തിരിച്ചിട്ട് മുട്ടുകുത്തിച്ചു. وقال نافع كان ابن عمر رضي الله عنهما إذا أهدى زمن الحديبية قلده وأشاره بذي الحليفة يطعن في شق سنامه الأيمن بشفرة ووجهها قبل القبلة باركة. അൽ മിസ്വാർ ബിൻ മഖ്റമയും മർവാനും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കൂടി വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. ഏകദേശം 1000-ഓളം സഹാബാക്കളും ആയിട്ട്. അത് ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന സമയമായിരുന്നു. അവർ ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അറവ് മൃഗത്തിനെ മാലയിടിച്ചു, അതിനെ അടയാളപ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്ന് ഉംറയ്ക്കുള്ള ഇഹ്റാം കെട്ടി. അനിൽ മിസ്വരി ഇബ്നു മഖ്റമത വ മർവാന ഖാല ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മദീനതി ഫി ബിദഅശറത മിഅതൻ മിൻ അസ്ഹാബിഹി ഹത്താ ഇദാ കാനൂ ബിദുൽ ഹുലൈഫതി ഖല്ലദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹദിയ വ അശറ വ അഹ്റമ ബിൽ ഉംറ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ടാണ് മാല കോർത്തത്. അതായത് ബലിമൃഗത്തിനുള്ള മാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബലിമൃഗത്തിന്. അദ്ദേഹമാണ് അതിനെ മാല ഇടിപ്പിച്ചതും അതിനെ അടയാളപ്പെടുത്തിയതും. എന്നിട്ട് അതിനെ മക്കയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മേളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അനുവദനീയം തന്നെയായിരുന്നു, നിരോധിക്കപ്പെട്ടിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖതൽതു ഖലാഇദ ബുദ്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദയ്യ ثم قلدها وأشارها وأهداها وما حرم عليه شيء
കാന ഉഹില്ലലഹു. ബുദ്ന്, അതായത് അറവ് മൃഗത്തിനെ അണിയിക്കാനുള്ള മാല സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്നത്, അതായത് ഒട്ടകങ്ങളോ പശുവിനെയോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഖത്ലുൽ ഖലായിദി ലിൽ ബുദ്നി വൽ ബഖരി. ഹഫ്സ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, ഈ ആളുകൾക്ക് എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ ഇവർക്ക് എന്നാ തെറ്റ് പറ്റിയിരിക്കുന്നത്? അവരെല്ലാവരും ഇഹ്റാം തീർത്തു, അല്ലെങ്കിൽ ഇഹ്റാം അഴിച്ചു, താങ്കൾ ഇഹ്റാം അഴിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തല ചീകിയിരിക്കുന്നു, ഞാൻ എൻ്റെ ബലിമൃഗത്തിനെ മാല അണിയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇഹ്റാം അഴിക്കുകയില്ല ഹജ്ജ് തീരുന്നത് വരെ. عن حفصة رضي الله عنهم قالت قلت يا رسول الله ما شأن الناس حلوا ولم تحل أنت قال إني لبدت رأسي وقلدت هديي فلا أحل حتى أحل من الحج. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് മൃഗത്തിനെ മദീനയിൽ നിന്നായിരുന്നു കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം മാലയും ഉണ്ടാക്കാറുണ്ടായിരുന്നു, കോർക്കാറുണ്ടായിരുന്നു അറവ് മൃഗത്തിനെ അണിയിക്കാനുള്ളത്. അദ്ദേഹം ഒരിക്കലും മുഹ്രിം ഒഴിവാക്കിയിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല. അന്ന ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദി മിനൽ മദീനത്തി ഫഅഫ്തിലു ഫലാഇദ ഹദീഹി സുമ്മ ലാ യജ്തനിബു ഷൈഅൻ മിമ്മ യജ്തനിബുൽ മുഹ്രിം. ബലിമൃഗത്തിനെ അല്ലെങ്കിൽ ഒട്ടകത്തിനെ അടയാളപ്പെടുത്തുന്നത് ഇശാരിൽ ബുദ്നി. അൽ മിസ്വാർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീനെ, അതായത് ബലിമൃഗത്തിനെ മാല ഇടിയിച്ചു. ബലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മൃഗമായിരുന്നു. എന്നിട്ട് അതിനെ അടയാളപ്പെടുത്തി, എന്നിട്ട് ഇഹ്റാം ഉംറയ്ക്ക് വേണ്ടി കെട്ടി. വഖാല ഉർവത്തു അനിൽ മിസ്വരി റളിയല്ലാഹു അൻഹു ഖല്ലദ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹദിയ വഅശറഹു വഅഹ്റമ ബിൽ ഉംറതി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ മാല ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് മാല കെട്ടിയത് ഹദീന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ബലിമൃഗത്തിന് വേണ്ടിയിട്ടുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബലിമൃഗത്തിന്. എന്നിട്ട് അദ്ദേഹം അതിനെ അടയാളപ്പെടുത്തി, എന്തോ നിറമൊക്കെ പുരട്ടി വെച്ചു മേത്ത്. പിന്നെ മാല ഇടിയിച്ചു, അല്ലെങ്കിൽ ഞാനാണ് മാല ഇടിയിച്ചത്. എന്നിട്ട് അവയെ കഅബയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹം മദീനയിൽ തന്നെ നിന്നു. അനുവദനീയമായ ഒരു കാര്യവും അദ്ദേഹം തെറ്റായി കണ്ടിരുന്നില്ല. അപ്പോൾ അനുവദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. عن عائشة رضي الله عنها قالت فتلت قلائد هدي النبي صلى الله عليه وسلم ثم أشارها وقلدها أو قلدتها ثم بعث بها إلى البيت وأقام بالمدينة فما حرم عليه شيء كان له حل. ആരെങ്കിലും അറവ് മൃഗ അല്ലെങ്കിൽ ബലിമൃഗത്തിൻ്റെ കഴുത്തിലേക്ക് അതിനെ അണിയിക്കാനുള്ള മാല സ്വന്തം കൈകൊണ്ട് ഇട്ടാൽ മൻ ഖല്ലദൽ ഖലായിദ ബിയദിഹി. അൽഹംദുലില്ലാഹ്, അങ്ങനെ 1700ഓളം ഹദീസുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അബ്ദുല്ലാഹിബ്ൻ അബൂബക്കർ ഇബ്ന് അംർ ഇബ്ന് ഹസ്മ വിശദീകരിക്കുന്നു, അംറ ബിൻ അബ്ദുറഹ്മാൻ അവരോട് പറഞ്ഞതായിട്ട് സിയാദ് ബിൻ അബൂ സുഫിയാൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എഴുതി, അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ആരെങ്കിലും കഅബയിലേക്ക് ഹദി അല്ലെങ്കിൽ ബലിമൃഗത്തിന് അയച്ചാൽ ഒരു തീർത്ഥാടകന്, അതായത് ഹജ്ജിൽ ഇരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ആൾക്ക് നിരോധിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും അയാൾക്കും നിരോധിക്കപ്പെടുകയില്ലേ എന്ന്, അറക്കുന്നത് വരെ, അതായത് 10 ദുൽഹജ്ജ് വരെ. ഹംറ കൂട്ടിച്ചേർക്കുന്നു, ആയിഷ പറഞ്ഞു, അങ്ങനെയല്ല ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഞാനാണ് മാല കോർത്തത് അറവ് മൃഗത്തിന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറവ് മൃഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അതിൻ്റെ കഴുത്തിൽ ഇട്ടു അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൾ കൊണ്ട്. എന്നിട്ട് ആ മൃഗത്തിനെ മക്കയിലേക്ക് അയച്ചു എൻ്റെ പിതാവിനോടൊപ്പം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അതിനെ കൊണ്ടുപോയത്. പക്ഷേ അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദനീയമല്ലാതെ അല്ലെങ്കിൽ ഹറാമായി കണ്ടിരുന്നില്ല അതിനെ അറക്കുന്നത് വരെ. അപ്പോൾ അറവ് മൃഗത്തിന് മാത്രം ആരെങ്കിലും അയച്ച് അറക്കുകയാണെങ്കിൽ ഈ നിരോധനമൊന്നും ബാധകം അല്ല. അൻ അബ്ദുല്ലാഹിബ്ൻ അബീ ബക്കറിൻ ഇബ്നു അംർ ഇബ്നു ഹസ്മിൻ അൻ അംറത ഇബ്നത അബ്ദുറഹ്മാൻ ഇന്നഹ അഖ്ബറതുഹു ഇന്ന സിയാദ ഇബ്നു അബി സുഫിയാൻ കതബ ഇലാ ആയിഷത റളിയല്ലാഹു അൻഹ ഇന്ന അബ്ദുല്ലാഹിബ്ൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ ഖാല മൻ അഹ്ദാ ഹദിയൻ ഹറുമ അലൈഹി മാ യഹ്റുമു അലൽ ഹാജി ഹത്താ യൻഹറ ഹദിയഹു
قالت عمرة فقالت عائشة رضي الله عنها ليس كما قال ابن عباس رضي الله عنه أنا قتلت قلائد هدي رسول الله صلى الله عليه وسلم بيدي ثم قلد رسول الله صلى الله عليه وسلم بيديه ثم بعث بها ما بي فلم يحرم على رسول الله صلى الله عليه وسلم شيء أحله الله حتى نحر الهدي. ആടിനെ മാലണിയിപ്പിക്കുന്നത് തഖ്ലീദുൽ ഗനമി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ അറവ് മൃഗം ബലിമൃഗം ഹദിയായി അയച്ചു. അതായത് ഹജ്ജിന് പോവാത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരെങ്കിലും ഹജ്ജിന് പോകുമ്പോൾ അവരുടെ കൂടെ അറവ് മൃഗത്തിനെ അയക്കാറുണ്ടായിരുന്നു. عن عائشة رضي الله عنها قالت أهدى النبي صلى الله عليه وسلم مرة غنما. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ മാലകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദി ബലിമൃഗത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം ആടിനെ അത് അണിയിക്കാറും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം മുഹ്രിം അല്ലാത്ത പോലെ, അതായത് ഇഹ്റാമിൽ അല്ലാത്ത ആളെ പോലെ, സാധാരണ ആളെ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോടൊപ്പം ജീവിക്കാറുണ്ടായിരുന്നു. عن عائشة رضي الله عنها قالت كنت أفتل القلائد للنبي صلى الله عليه وسلم فيقلد الغنم ويقيم في أهله حلالا. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ മാലകൾ കെട്ടാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ മാലകൾ പിരിക്കാറുണ്ടായിരുന്നു ആടിനു വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അദ്ദേഹം അതിനെ അയക്കാറുണ്ടായിരുന്നു, ആ ആടുകളെ കഅബയിലേക്ക്. എന്നിട്ട് മുഹ്രിം അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇഹ്റാമിൽ അല്ലാത്ത പോലെ അദ്ദേഹം ജീവിക്കാറും ഉണ്ടായിരുന്നു. عن عائشة رضي الله عنها قالت كنت أفتل قلائد الغنم للنبي صلى الله عليه وسلم فيبعث بها ثم يمكث حلالا. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ മാലകൾ പിരിച്ചു, അല്ലെങ്കിൽ മാലകൾ കെട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദി അല്ലെങ്കിൽ ബലിമൃഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ്. അപ്പോൾ പലയിടത്ത് ഇത് പിരിച്ചു, ചിലയിടത്ത് ഉണ്ടാക്കി, ചിലയിടത്ത് കെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ പിരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഫതൽതു ലിഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅനിൽ ഖലാഇദ ഖബ്ല അൻ യുഹ്രിമ. കളറുള്ള കമ്പിളിയിൽ നിന്ന് മാല ഉണ്ടാക്കുന്നത് അൽ ഖലാഇദ മിനൽ യഹ്നി. അപ്പോൾ പൂമാല അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. വിശ്വാസികളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ മാലകൾ ഉണ്ടാക്കി ഹദി ബലിമൃഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നിറമുള്ള കമ്പിളിയിൽ നിന്നാണ് അത് ഉണ്ടാക്കിയത്. عن أم المؤمنين رضي الله عنها قالت فضلت قلائدها من عهن كان عندي. അറവ് മൃഗം ഹദീനെ ഷൂ കൊണ്ട്, ചെരുപ്പ് കൊണ്ട്, പാദരക്ഷ കൊണ്ട് മാല അണിയിക്കുന്നത് തഖ്ലീദിൻ നാലി. ഇക്രിമ വിശദീകരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ അറക്കാനുള്ള ഒട്ടകത്തിനെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യൂ. അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ ബദനയാണ്, അതായത് ബലിമൃഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യൂ. അബൂ ഹുറൈറ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ പിന്നീട് കണ്ടു ആ മനുഷ്യൻ അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണ കാണിച്ചുകൊണ്ട്. പക്ഷേ അതിൻ്റെ കഴുത്തിൽ ഒരു ഷൂ, അല്ലെങ്കിൽ ഒരു പാദരക്ഷ, അല്ലെങ്കിൽ ഒരു ചെരുപ്പ്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന എന്താണോ ബൂട്ട് പോലത്തെ യാത്രക്കാർ ഉപയോഗിക്കുന്നതാവാം, അതല്ലെങ്കിൽ ഹുഫ ആവാം, ചെരുപ്പാവാം. അന്നത്തെ പാദരക്ഷ അതിൻ്റെ കഴുത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതേ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. عن إكرمة عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم رأى رجلا يسوق بدنة قال اركبها قال إنها بدنة قال اركبها قال فلقد رأيته راكبها يساير النبي صلى الله عليه وسلم والنائل في عنقها. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم. ബുധനെ അറവ് മൃഗാലി ബലിമൃഗാലി ഒട്ടകത്തിനെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു തുണി പുതപ്പിക്കുന്നത് അൽ ജിലാലി ലിൽ ബുദ്നി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു ഷീറ്റ് പുതപ്പിച്ചിട്ട് ഒട്ടകത്തിൻ്റെ മുതുകിൽ മുഴച്ചിരിക്കുന്ന സ്ഥലം വരുന്നിടത്തിൽ മാത്രം അത് മുറിച്ച് കളയാറുണ്ടായിരുന്നു. നന്നായി ഇറങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാഹു ആലം. അറക്കുന്ന സമയത്ത് ആ ഷീറ്റ് എടുക്കാറുണ്ടായിരുന്നു, ആ തുണി എടുത്തു മാറ്റുമായിരുന്നു, അല്ലെങ്കിൽ അതിൽ രക്തമായി അത് നശിച്ചു പോകും, അതുകൊണ്ടാണ്. പിന്നീട് ആ ഷീറ്റ് അല്ലെങ്കിൽ ആ തുണിയെ ദാനമായി കൊടുക്കാറുണ്ടായിരുന്നു.
وكان ابن عمر رضي الله عنهما لا يشق من الجلال إلا موضع السنام وإذا نحرها نزع جلالها مخافة أن يفسد الدم ثم يتصدق بها. അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉത്തരവിട്ടു, തൊലിയും അതിൻ്റെ പതപ്പിച്ച തുണിയും അത് ബുധനിൻ്റെ ബലി മൃഗത്തിൻ്റെ ഞാൻ അറുത്തതിൻ്റെ ദാനമായി കൊടുക്കണം എന്ന്. عن علي رضي الله عنه قال أمرني رسول الله صلى الله عليه وسلم أن أتصدق بجلال البدن التي نحرت بجلودها. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.